എന്താണ് യൂസ് സ്റ്റേറ്റ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിലെ ഒരു സ്മാർട്ട് മെമ്മറി ബോക്സ് ആണിത്. നമ്മൾ നോർമൽ ജാവാസ്ക്രിപ്റ്റിലെ പോലെ ഒരു വേരിയബിൾ അപ്ഡേറ്റ് ചെയ്താൽ UI അത് അപ്ഡേറ്റ് ആവില്ല. നമ്മുടെ ആപ്പിൽ ഡാറ്റ മാറുമ്പോൾ UIയും ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് സ്റ്റേറ്റ് ഹുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മേളത്തെ ഒരു ലൈൻ കോഡ് നോക്കാം. ഈ യൂസ് സ്റ്റേറ്റിൽ നമ്മൾ ഒരു സ്റ്റാർട്ടിംഗ് വാല്യൂ കൊടുക്കണം ഈ ഫംഗ്ഷൻ്റെ പാരാമീറ്റർ ആയിട്ട്. അതാണ് അതിൻ്റെ സ്റ്റാർട്ട് വാല്യൂ. ആൻഡ് നമുക്ക് യൂസ് സ്റ്റേറ്റ് 2 വാല്യൂ ഉള്ളൊരു അറേ തരും. ആദ്യത്തേത് അതിൻ്റെ കറണ്ട് വാല്യൂ ആണ്, രണ്ടാമത്തേത് അതിൻ്റെ വാല്യൂ മാറ്റി UI അപ്ഡേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. ഇങ്ങനെ ആണ് ഒരു സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുക. ഒരു ഫുൾ എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഈ കമ്പോണൻറ്റിൻ്റെ ആദ്യം തന്നെ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൂടാണ്ട് നമ്മളൊരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ സ്റ്റേറ്റിൻ്റെ കറണ്ട് വാല്യൂ ഡിസ്പ്ലേ ചെയ്യാനും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഇവൻറ്റ് ഹാൻഡ്ലറും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഇവൻറ്റ് ഹാൻഡ്ലറിൽ നമ്മൾ ആ സെറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ സ്റ്റേറ്റിൻ്റെ വാല്യൂ ഇപ്പോഴത്തെ വാല്യൂവിനെക്കാട്ടിയും ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് റെൻഡർ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ക്ലിക്കിലും ഈ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം കൂടി ഉണ്ട്. നമുക്ക് സെറ്റ് ഫംഗ്ഷന് പാരാമീറ്റർ ആയിട്ട് ഒരു വാല്യൂ മാത്രമല്ല നമുക്കൊരു ഫംഗ്ഷനും പാസ് ചെയ്യാം. ആൻഡ് ആ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പ്രീവിയസ് വാല്യൂ ആ ഫംഗ്ഷൻ്റെ പാരാമീറ്റർ ആയിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഹുക്ക്. സേവ് ദിസ് വീഡിയോ ആൻഡ് ഫോളോ ഫോർ മോർ.